നമസ്കാരം. ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. രാജ്മോഹൻ, ഇന്നലെ നമസ്കാരം. ഇന്നലെ രാത്രിയിലെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ കൗതുക വാർത്ത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 9 മണിക്ക് റിപ്പോർട്ടർ ചാനൽ എന്തോ ഞെട്ടിക്കുന്ന കാര്യം വെളിപ്പെടുത്തുന്നു എന്നതാണ്. അതറിയാത്ത ആരുമില്ല. എനിക്ക് ആരൊക്കെ കേട്ടോന്ന് അറിയില്ല. അത് വലിയൊരു വിവാദമായി. ആദ്യത്തെ എന്റെ ചോദ്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച നടത്തിയപ്പോൾ, റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു വാർത്ത വരാൻ പോകുന്നു അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം മനുഷ്യന്റെ മനസ്സിലേക്ക് വന്ന ധാരണ എന്താണ്? എന്തായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്? പ്രതീക്ഷിച്ചതുപോലെയാണോ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാല് ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്. അവിടെ നിന്ന് വല്ല ഭൂകമ്പം ഉണ്ടാകുമോ, വലിയ വിഷയം ഉണ്ടാകുമോ എന്നാണ് കഴിഞ്ഞ ദിവസത്തേക്ക് സംഭവങ്ങളുടെ ഒരു തുടർച്ച വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് സത്യത്തിൽ കരുതിയത്. പക്ഷെ അതുമായി യാതൊരു ബന്ധമില്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് അത് കടന്നപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇത് ഈ അൻവർ അരങ്ങിലല്ല അണിയറയിലാണ് എന്ന് സത്യം പറഞ്ഞ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സിലായത്. എനിക്ക് ഇക്കാര്യത്തിൽ ഒരത്ഭുതവും തോന്നിയില്ല. കാരണം വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞത് റിപ്പോർട്ടർ ചാനലാണ്. അതെ, റിപ്പോർട്ടർ ചാനൽ ഇത്രയും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്ന് പറയണമെങ്കിൽ അത് ഇക്കിളിക്കഥയായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടതും ആദ്യം വിലയിരുത്തേണ്ടതും റിപ്പോർട്ടർ ചാനൽ എങ്ങനെയാണ് ഇത്ര വേഗതയിൽ, അതായത് നികേഷ് കുമാർ കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ, ആധുനിക മാധ്യമ പ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയൊരു മുഖമാണ് നികേഷ് കുമാർ. നമുക്കറിയാം, ഇന്ത്യ വിഷനിലൂടെ നികേഷ് കുമാർ ആണ് മാധ്യമ പ്രവർത്തന രീതിക്ക് മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ഇത്ര കാലം സ്വന്തമായ ചാനൽ തുടങ്ങി ഇത്ര അധ്വാനിച്ചിട്ടും നികേഷിന് ഒരിടത്തും എത്തിക്കാൻ കഴിയാത്തൊരു ചാനൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 3-ാം സ്ഥാനത്തെത്തി, 2-ാം സ്ഥാനത്തെത്തി ഒരു തവണ ബാർക്ക് റേറ്റിംഗ്. ഇതിന്റെ അടിത്തറ ഒന്ന് മാത്രമാണ് ഇക്കിളി കഥകൾ, പൈങ്കിളി കഥകൾ. ഇക്കിളി കഥകളിൽ ഫോക്കസ് ചെയ്ത്, പൈങ്കിളി കഥകളിൽ ഫോക്കസ് ചെയ്ത്, വ്യാജ വാർത്തകളിൽ ഫോക്കസ് ചെയ്ത് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, അരുൺകുമാറിന്റെ മികവ്. ഈ ഇക്കിളി കഥകളാണെങ്കിലും ഡോക്ടർ അരുൺകുമാറിന്റെ മികവ് നമ്മൾ സമ്മതിക്കാതിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് സമ്മതിക്കാതിരിക്കും. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ്, നെഗറ്റീവായിട്ടല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് പുറത്തുവിടാൻ പോകുന്നത് ഒരു ഇക്കിളി കഥയായിരിക്കും. ഞാൻ കരുതിയിരുന്നത്, എനിക്ക് സുജിത് ദാസുമായി ബന്ധപ്പെട്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ കരുതിയിരുന്നത് സുജിത് ദാസിലൂടെ ഈ പറയുന്ന അജിത് കുമാറോ അല്ലെങ്കിൽ ശശിയോ ആരെങ്കിലും ബലാത്സംഗം ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ ബലാത്സംഗം എന്ന് സുജിത് ദാസിലേക്ക് എത്തുമെന്നും 2 പോലീസുകാരിലേക്ക് എത്തുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു അത്ഭുതവുമില്ല, ഇത് സംഭവിച്ചില്ല. എന്താണ് ഇവർ പുറത്തുവിട്ട കഥാപാത്രങ്ങളുടെ വിശദാംശങ്ങളുടെ ആത്മവൻ പറയും, എന്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? ഇവർ പുറത്തുവിട്ട വാർത്ത, ഒരു വീട്ടമ്മയായ സ്ത്രീ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാതിയുമായി അവർ CA സമീപിക്കുന്നു. CA അവരെ പീഡിപ്പിക്കുന്നു. CA പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പരാതിയുമായി 2 വർഷം മുമ്പ് അല്ലെ? 2 വർഷം. അതെ 2 വർഷം മുമ്പാണ് സംഭവം നടന്നാണ് പറയപ്പെടുന്നത്. ഇവർ CA സമീപിക്കുന്നു. CA ആ കേസിന്റെ കാര്യങ്ങൾ വിളിച്ചു വരുത്തിയവരെ പീഡിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പരാതിയായി DYSP അടുത്ത് ചെല്ലുന്നു. DYSP പീഡിപ്പിക്കുന്നു. DYSP പരാതിയും കുറിച്ച് ചെല്ലുമ്പോൾ SP പീഡിപ്പിക്കുന്നു. SP പലവണ റേപ്പ് ചെയ്യുന്നു. ഒരു കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥനോട് കഴിയണമെന്ന് ആവശ്യപ്പെടുന്നു. ഭീഷണിപ്പെടുത്തുന്നു. തുടങ്ങിയ വമ്പൻ വെളിപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത്. ഇവിടെ റിപ്പോർട്ടറിന് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട സാഹചര്യം മനസ്സിലായി. ഇക്കാര്യം മനസ്സിലാക്കിയ ഏഷ്യാനെറ്റ് അവര് വളരെ നേരത്തെ, ഇതിനേക്കാളും മുന്നേ അവര് വാർത്ത പുറത്തുവിട്ടു. അത് മാത്രമല്ല, ഇവർ പ്രതിസ്ഥാനത്ത് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ചേർത്താണ് അവരത് കൊടുത്തത് എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏഷ്യാനെറ്റ് അവരെ ഓവർടേക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ വലിയ പ്രത്യേകത. നമുക്കപ്പോ ഈ കേസിലേക്ക് കടക്കാൻ മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഗൂഢാലോചനയും അവരുടെ ഇക്കിളി കഥയും ഏഷ്യാനെറ്റ് തകർത്തതിനെ കുറിച്ച് അഭിനന്ദനത്തോടെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം വായിൽ തോന്നുന്ന ആർക്കെതിരെയും ഒരു തെളിവുമില്ലാതെ എന്ത് പീഡന കഥയും പുറത്തു പറയാമെന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ആ പരാതിക്കാരിയെ കുറിച്ച് കേൾക്കാനില്ല. ഓർക്കണം, നിവിൻ പോളി ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറയുന്നു. ആ സമയത്ത് നിവിൻ പോളി ദുബായിൽ ഇല്ല. ഇത്തരത്തിൽ ആർക്കെതിരെയും വ്യാജ കഥകൾ പറയാം. അത് ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും നീചമായ, അതായത് മാന്യമായ 2 പോലീസ് ഓഫീസർമാരെ, ഞാൻ സുജിത് ദാസിനെ കുറിച്ചുള്ള പറയുന്നത് CA കുറിച്ചും DYSP കുറിച്ചുമാണ്, മാന്യരായ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപകീർത്തിപ്പെടുത്താൻ, അതിന് മുകളിൽ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന ഒരു സുജിത് ദാസിനെ കൂടെ പിടിച്ചിട്ട്
ഇവർ കള്ളക്കഥ കൊടുക്കുമ്പോൾ അത് അന്വേഷിച്ച് അതിന്റെ യാഥാർത്ഥ്യം അവരുടെ ഭാഗം കൂടി കേട്ടുകൊണ്ട് റിപ്പോർട്ടർ പുറത്തുവിടുന്നതിന് മുമ്പ് പുറത്തുവിട്ടു എന്ന ഏഷ്യാനെറ്റിന്റെ മികവ് അംഗീകരിക്കണം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, റിപ്പോർട്ടർ അല്ല 24 റിപ്പോർട്ടറോ എന്ത് തട്ടിപ്പ് കാണിച്ചാലും ഏഷ്യാനെറ്റിനുള്ളത്തോളം കാലം കേരളത്തിനെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് വേണം തുടരാൻ. അപ്പോ ഇതിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യം, പീഡന കേസ് യാഥാർത്ഥ്യമോ അല്ലയോ ഒന്ന്. രണ്ട്, ഇതിന് പിന്നിൽ യാഥാർത്ഥ്യമല്ലാത്ത ഒരു പീഡന കേസിന് പിന്നിൽ എന്താണ്? ഈ ആദ്യത്തെ കേസ് യാഥാർത്ഥ്യമേ അല്ല, നിങ്ങൾ എന്താണ് ഇതിനെ മനസ്സിലാക്കുന്ന രാജ്മോഹൻ? അല്ല, ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് മരമുറി കേസ് അതിൻ്റെ പ്രതികളാണല്ലോ പലരും ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെയും കൂടെ തലപ്പത്തിരിക്കുന്നത്. ഒരുപക്ഷെ അവരവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ബെന്നി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അതിൽ കരുവാക്കി അയാളുടെ പേര് പറയിപ്പിച്ചതെന്ന് നമ്മൾ കരുതേണ്ടി വരും തീർച്ചയായും. അതാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സി ഐയിലേക്കും DYSPയിലേക്കും പോയിട്ട് പിന്നെ സ്വാഭാവികമായി ഇപ്പോൾ സുജിത് ദാസ് ആകെ പ്രശ്നത്തിലായി നിൽക്കുന്നൊരു സമയമാണ്. ആ പേരും കൂടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. മാത്രമല്ല, അത് ഇന്നലെ ഈ സ്ത്രീ തന്നെ PV അൻവറിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ്ട് സാഹചര്യം എന്താണെന്ന് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട്. ഞാൻ സംശയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന മറുനാടിന്റെ പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അജിത് കുമാറിനെയും ശശിയെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൻവർ രംഗത്ത് വന്നതിന്റെ പിന്നിൽ പോലും ഈ താല്പര്യമായിരുന്നു എന്നാണ് നമ്മളൊക്കെ ചർച്ച ചെയ്തത്. പിണറായിയെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വലിയ തോതിൽ ഒരു പൊളിച്ചെഴുത്തിന് അൻവർ രംഗത്ത് വരുന്ന തരത്തിലാണ്. വാസ്തവത്തിൽ CPM-ന്റെ അംഗം പോലും അല്ലാത്ത അൻവർക്ക് CPM-നെ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പശ്ചാത്തലം, ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന്റെ പശ്ചാത്തലവും ആ ചാനലും അൻവറും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്പോൺസർഷിപ്പാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യണം. അപ്പൊ റിപ്പോർട്ടറിനെ കേരളത്തിലെ ഏക നല്ല ചാനൽ എന്ന നിലയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അൻവറാണ്. കഴിഞ്ഞ കുറെ കാലമായി അൻവർ റിപ്പോർട്ടർ ചാനലിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അൻവറിന് എന്തെങ്കിലും ഒരു മണ്ഡലത്തിൽ ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെ വിളിക്കുന്നത്, വാർത്ത അറിയണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിലേക്ക്, അത് അൻവറിന്റെ ഒരു സ്പോൺസർഷിപ്പ് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തിരിക്കും. ഇതൊരു പരസ്പര സഹകരണ സംഘമായി മാറും. അതിന്റെ കാരണം വയനാടുകാരനായി റിപ്പോർട്ടർ ചാനൽ മുതലാളി പോകും. അത് ജോസ് കുട്ടി, റോജി, പിന്നെ ആൻഡോ, ഈ 3 പേരാണെന്ന് എനിക്ക് വേറെ ഉണ്ടോന്ന് അറിയില്ല. 3 പേരാണ്. ഈ 3 ജോസ് കുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ഈ 3 പേരും കുപ്രസിദ്ധരായ കുറ്റവാളികൾ. ഞാൻ ആ വാക്ക് കൃത്യമായി ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇവർക്ക് പറ്റിയ കൂട്ടാളിയാണ് അൻവർ. അൻവർ അനധികൃതമായ സ്വത്ത് സമ്പാദനം, സർക്കാർ ഭൂമി കയ്യേറൽ, നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൊലപാതകം, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ വഞ്ചന തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ആരോപിതനാണ്. അതിനെയൊക്കെ ഗുണ്ടാ പശ്ചാത്തലത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അത് തുറന്നു പറയുന്ന മാധ്യമ പ്രവർത്തകരെ പേരെടുത്ത് പറഞ്ഞ്, മറുനാടൻ ഷാദിനെയാണെങ്കിലും ബിനിമി ജോണിനെയാണെങ്കിലും പേരെടുത്ത് പറഞ്ഞ് തീർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളാണ്. ഇവരുടെ അതേ കുഴപ്പം തന്നെ, അതായത് അൻവർ നേരിടുന്ന അതേ വെല്ലുവിളി തന്നെ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ നേരിടുന്നുണ്ട്. കാരണം ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകളാണെങ്കിലും അവർ തട്ടിപ്പുകാരാണ് എന്ന് തുറന്നു പറയുന്നത് മറുനാടനും ഏഷ്യാനെറ്റുമൊക്കെയാണ്. ഏഷ്യാനെറ്റൊക്കെ അത്രയും പഴയ പോലെ പറയുന്നില്ല. ഞാൻ വളരെ അത്ഭുതത്തോടെ കണ്ടൊരു കാര്യമുണ്ട്. മുട്ടിൽ മരമുറി കേസ് പുറത്തു കൊണ്ടുവന്ന് മനോരമ, അന്ന് എനിക്കൊന്ന് മനോരമയുടെ വയനാടോ കോഴിക്കോട് ബ്യൂറോ ചീഫ് മറ്റോ ആയിരുന്ന ജയന്ത് മേനോൻ, അരവിന്ദാസ് സാറിന്റെ മോൻ ജയന്ത് മേനോന്റെ വാർത്ത അത് പുറത്തു കൊണ്ടിരുന്നു. പക്ഷേ പിന്നെ റിപ്പോർട്ടർ ചാനൽ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ വാങ്ങിയതോടെ മനോരമ പിന്മാറി. കാരണം മനോരമയുടെ പോളിസി ഒരു മാധ്യമ സ്ഥാപനത്തിനെ ആക്രമിക്കരുതെന്നാണ്. എന്തിനേറെ മറുനാടനെ പോലും മനോരമ ആക്രമിക്കാറില്ല. കാരണം മറുനാടൻ ഒരു സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമാണ്. മറുനാടനെതിരെയുള്ള വാർത്തകൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നും, പക്ഷെ മനോരമ കൊടുക്കാറില്ല. അത് മറുനാടനെ വേട്ടയാടലും കൊടുക്കില്ല, മറുനാടിന്റെ പേരിൽ ആരോപണം ഉണ്ടായാലും കൊടുക്കില്ല. അത് മനോരമയുടെ പ്രത്യേകത. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്തയൊന്നും മനോരമ കൊടുക്കുന്നില്ല, മനോരമയുടെ ഒരു പോളിസിയാണ്. ഈ മുട്ടിൽ മരമുറിക്കാരും അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെടാത്തത് ഏഷ്യാനെറ്റിന്റെയും മറുനാടിന്റെയും കൈകളില്ല. കാരണം ഈ മരമുറി കേസിലെ പ്രതികൾക്കെതിരെ കൊടുത്തു. കാരണം ഇവർ കേവലം മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ മാത്രമല്ല, ഇവരുടെ പശ്ചാത്തലം വലിയ ക്രിമിനൽ പശ്ചാത്തലമാണ്. വയനാട്ടിൽ ഇവർക്കെതിരെ പല ക്രിമിനൽ കേസുകളും എടുത്തിട്ടുണ്ട്. ഇവർ മാംഗോ ഫോൺ എന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് നടത്തി. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഒരു ഓഫീസ് തുടങ്ങിയപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ഇവരിൽ ഒരാൾ പീഡിപ്പിച്ചു. എന്നെ ആ പെൺകുട്ടി വിളിച്ച് സംസാരിച്ച് കരഞ്ഞ് കണ്ണീരോടെ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും. ഈ പറയുന്ന സഹോദരന്മാരിൽ ഒരാൾ ആരാണെന്ന് ഞാൻ മറന്നുപോയി. ആ സമയത്ത് ഈ ആരോപണ വിധേയൻ എന്നെ വിളിച്ചിരുന്നു, റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പീഡന കേസിൽ തുടങ്ങി പിന്നീട് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവും. ഈ മാംഗോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അതാണ്.
ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കും. ഈ മാംഗോ ഫണ്ട് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അവർ പറയുന്നത് മനോരമയുടെ പി കിഷോർ വരെ ഈ തട്ടിപ്പിന് അനുകൂല വാർത്ത ചെയ്ത് എന്നെ വിഷമിപ്പിച്ച്. ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ തീർച്ചയായും സൂക്ഷ്മതയുടെ വാർത്ത കൈകാര്യം ചെയ്താണ് ഇത്തരം കാര്യങ്ങൾ. മീഡിയ വൺ വരെ ഈ തട്ടിപ്പിന് സ്തുതി പാടി. അതായത് അവർക്ക് 15,000 കോടിയുടെ ഫാക്ടറി ചൈനയിലുണ്ട്, 3,000 കോടിയുടെ റിസർച്ച് സെന്റർ കൊറിയയിലുണ്ട്. അവര് സാംസങ്ങിനെയും ഐഫോണിനെയും മത്സരിക്കാൻ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു. ഇന്ത്യ ലോകം കീഴടക്കാൻ പോകുമ്പോൾ കള്ള വാർത്ത. വാസ്തവത്തിൽ ചൈനയിൽ ഏത് ഫാക്ടറി പോയിട്ട് മാംഗോ ഫോൺ അടിച്ചുകൊണ്ട് വരുന്ന ആർക്കും ചെയ്യാൻ. ഇപ്പൊ അവിടെ ചെന്നിട്ട് രാജ്മോഹൻ ഫോൺ എന്ന് അടിച്ചുകൊണ്ടിരാം, ചൈനക്കാർ ചെയ്ത് പൈസക്ക് തരും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രാഞ്ചൈസി വിൽക്കാൻ. ഇത് ഞാനാ പൊളിച്ചത്, മറുനാടനാ പൊളിച്ചത്. ഞാനെന്ന് പറഞ്ഞാൽ മറുനാടനാ പൊളിച്ചത്. ഈ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇവർ വഞ്ചിച്ച അനേകം പേർ, കാനറ ബാങ്ക് അടക്കമുള്ളവർ പുറത്തു വരുന്നതും. അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഈ വിവരം അവരെ എന്ത് ചെയ്തു? ഈ സമയത്ത് കാനറ ബാങ്കിന്റെ പരാതിയിൽ ഈ ഉദ്ഘാടന ദിവസം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇതൊരു പശ്ചാത്തലമാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കേസുകൾ പ്രതികളെ. പക്ഷെ സുപ്രഭാതത്തിൽ അവർ മുതലാളിമാരായി മാറുന്നു. എങ്ങനെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിന്റെ പശ്ചാത്തലം മുട്ടിൽമരമുറിയിൽ തന്നെ ഉണ്ടാക്കിയതാണോ? മുട്ടിൽമരമുറിയിൽ ലാഭം ഉണ്ടായിട്ടുണ്ട്, മറ്റാണെന്ന് അറിയില്ല. എന്തായാലും ഇവർ മുതലാളിമാരായിരുന്നു. ഈ പണം കൊണ്ടാണ് അവർ റിപ്പോർട്ടർ ചാനൽ വാങ്ങുന്നത്, ഈ പണം കൊണ്ടാണ് അവർ ഹോട്ടലുകൾ വാങ്ങുന്നത്. ഈ പണം ഇവർ രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ അൻവർ ഇവരുടെ സ്പോൺസറാണ്. കാരണം അൻവറാണ് ഇവർക്ക് പറ്റിയ കൂട്ടാളി. ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും അൻവറിന്റെ പേരിലുണ്ട്. ആകെ എനിക്ക് വാസ്തവത്തിൽ അരുൺകുമാറിന്റെ രാഷ്ട്രീയ നിലപാടിനോട് വിയോജിപ്പുണ്ടെങ്കിലും അരുൺകുമാർ ഒരു മികവുള്ള മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷെ ഈ ഒരു തട്ടിപ്പ് കൂടാരത്തിലേക്ക് അരുൺകുമാർ പോയതിനെ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർക്കണം, അരുൺകുമാറിന്റെ ഗതികേട് ഓർക്കണം. ഈ സാധാരണഗതിയിൽ അരുൺകുമാറാണ് രാവിലെ പരിപാടി അവതരിപ്പിക്കാറുള്ളത്. പക്ഷെ ഇന്ന് അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ അരുൺകുമാറിന് അറിയാം ഇത് തട്ടിപ്പ് വാർത്തയാണെന്ന്, ഇത് സർവൈവ് ചെയ്തതെന്ന് അറിയാം. മുങ്ങിയതാ മോർണിംഗ് ഷോ അരുൺകുമാർ ചെയ്യുന്ന. പക്ഷെ അരുൺകുമാറിന് വേറൊരു അനുഭവം ഉണ്ട്. ഈ മുതലാളിമാരുടെ കൊച്ചിന്റെ ബർത്ത്ഡേ പ്രൈം ടൈമിൽ അവതരിപ്പിക്കേണ്ടി വന്നു. ഇത് ജോസ് കുട്ടിയുടെ ആരും കൊച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വന്നു. അത്തരത്തിൽ പശ്ചാത്തലമുള്ള ഇവരുടെ ടാർഗറ്റ് ഇവരുടെ ഈ തട്ടിപ്പ് തുറത്ത് പറയുന്നവരെ എല്ലാം ഇല്ലാതാക്കുന്നതാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ കരുതേണ്ടത്. എനിക്ക് ഒരു ആശങ്കയുള്ളത്, ഒരു പക്ഷേ പിണറായിയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന തരത്തിൽ AGPയും ശശിയും ഒക്കെ അറ്റാക്ക് ചെയ്തത് പോലും ഇതിന്റെ ലക്ഷ്യം ഈ പറയുന്ന ബെന്നി ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ ADGP ആണ് ബെന്നിയെയും അല്ലെങ്കിൽ പോലീസിലെ ഇവരുടെ താല്പര്യത്തിനെതിരായി നിന്നവരെയൊക്കെ സംരക്ഷിച്ചിരുന്നത്. അപ്പൊ ADGP ദുർബലനാക്കിയാൽ പിന്നെ എളുപ്പമാകുമെന്ന് കരുതി തന്നെ ആവാം. അതൊന്നും നിൽക്കട്ടെ. അപ്പൊ ഇവരുടെ ലക്ഷ്യം, റിപ്പോർട്ടർ ചാനൽ ലക്ഷ്യം ഈ ബെന്നിയാണ്. ബെന്നി മാത്രമാണ്. സുജിത് ദാസ് പോലും കരവേപ്പിലാണ്. ഇപ്പൊ സുജിത് ദാസും നമ്മളിപ്പോ സുജിത് ദാസിന് ഒരുപാട് കുഴപ്പങ്ങൾ പുറത്തുണ്ട് എന്നുള്ള സത്യമാണ്. സുജിത് ദാസ് ഒരു സാധാരണ മനുഷ്യൻ പോലും സുജിത് ദാസ് സംസാരിക്കുന്നത് പോലെ ഒരാളോട് സംസാരിക്കത്തില്ല, പ്രത്യേകിച്ച് അൻവറിനോട് സംസാരിക്കില്ല, ഇല്ലേ? അതെ നമ്മൾ കേട്ടതാണല്ലോ. അദ്ദേഹം വളരെ വിനീത വിധേയനായി സംസാരിക്കും, നമ്മൾ കേട്ടതാണല്ലോ. ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു പ്രസക്തമായ ഒരു ചോദ്യം. നമ്മളൊക്കെ പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലിയിട്ടുള്ളവരാണ്, മാധ്യമങ്ങളെ കുറിച്ചൊക്കെ അറിയാം. കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമകളുടെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് ഇത്തരം ഒരു തീരുമാനം എടുത്താൽ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അതിലേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞു വന്ന ഭാഗം തീർത്തോട്ടെ. അതായത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ആള് ഒരു വിവാദ കഥാപാത്രമാണ്. അയാളെ പിന്തുണയ്ക്കേണ്ട കാര്യം ആരുമില്ല. അത്രയും വലിയ വിവരക്കേടുകൾ അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷെ അയാളെ ട്രാപ്പ് ചെയ്ത് അയാളുടെ വായിൽ നിന്ന് ഇത് കേട്ടത്, ഇത് ചോർത്തിയെടുത്ത് പുറത്തുവിട്ടതിന്റെ ടാർഗറ്റ് അയാളായിരുന്നില്ല. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളോർത്ത് MR അജിത് കുമാറാണെന്ന് അല്ല, നമ്മളോർത്ത് ശശിയാണെന്ന് അല്ല. ടാർഗറ്റ് ബെന്നിയായിരുന്നു. കാരണം ഈ SP കുഴപ്പത്തിലാക്കി, ADGPയെ മുൾമുനയിൽ നിർത്തി, പൊളിറ്റിക്കൽ സെക്രട്ടറി വിവാദത്തിലാക്കി, നിസ്സഹായരാക്കുക പോലീസ് സംവിധാനത്തെ, ബെന്നിയെ അറ്റാക്ക് ചെയ്യുക. കാരണം ബെന്നി എന്ന് പറയുന്ന ഓഫീസറെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടുകാരനാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. അപ്പൻ ആദ്യം ഒരു ചെറിയൊരു ചായക്കടയായിരുന്നു. അന്ന് അപ്പന്റെ കൂടെ പെറോട്ട അടിക്കാൻ കൂടിക്കൊണ്ടിരുന്ന ആളാണ് ബെന്നി. അത് ചെറിയ പലചരക്ക് കടയായി. അന്ന് പലചരക്ക് കടയിൽ സാധനം എടുക്കാൻ പോയിരുന്ന മനുഷ്യനാണ് ബെന്നി. മിടുക്കനായിരുന്നു. പരീക്ഷ എഴുതി SI ആയി 2003. ഈ 2003 SI ആയപ്പോൾ മുതൽ ഇതിനെ അങ്ങോട്ട് ആവാഹിച്ച് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നീതിക്ക് വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനാണ്.
യാതൊരു ഭയവുമില്ലാതെ ഒരാളുടെ മുമ്പിൽ നട്ടല് വളയ്ക്കാതെ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന മനുഷ്യനാണ്. അപ്പം CPM-ന് വലിയ താല്പര്യമില്ല, എന്നാൽ വലിയ വിരോധവുമില്ല. കാരണം ഈ TP കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ മെയിൻ റോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷൗക്കത്ത് അലി ആയിരുന്നു റോൾ ഉണ്ടായിരുന്നത്, ആ ടീമിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല കുറ്റപത്രമൊക്കെ സമർപ്പിക്കാൻ നേരത്തെ SHO ഈ ബെന്നി ആയിരുന്നു. അതുകൊണ്ട് CPM-ന് അത്ര രസമല്ല, പക്ഷെ വലിയ ശത്രുതയൊന്നുമില്ല. അപ്പൊ CPM എന്ത് ചെയ്തു? ഇയാളെ പാനൂരടക്കം പ്രശ്നബാധിത മേഖലകളിലാണ് എപ്പോഴും നിയമിച്ചിരുന്നത്. പക്ഷെ ഇവിടെയൊക്കെ പോയി ഇദ്ദേഹം നാട്ടുകാരുടെ കണ്ണിലുണ്ടിയായി. സാധാരണക്കാരന് നീതി നേടിക്കൊടുക്കും, ലഹരി മരുന്ന് മാഫിയ ഒതുക്കും. അങ്ങനെ എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ പലപ്പോഴും മുസ്ലിം വിരോധം കത്തിൻ ജ്വലിക്കുമ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത്, മലബാറിലെ മുസ്ലിമുകൾ വലിയ മനുഷ്യത്വവും വലിയ സ്നേഹവും വലിയ കരുണയുള്ള മനുഷ്യരാണ്. മലബാറിലെ മുസ്ലിമുകൾക്ക് അവരുടെ ആചാരങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടണമെന്നല്ലാതെ വർഗീയതയില്ല. അപ്പൊ ഈ മലബാറിലെ മുസ്ലിം ബെൽറ്റ് നന്മ അവർ പ്രോത്സാഹിപ്പിക്കും ആരും ചെയ്താലും. അപ്പൊ ഈ ബെന്നിയെ എവിടെ ചെന്ന് പോസ്റ്റ് ചെയ്താലും ബെന്നിക്ക് വലിയ സ്വീകാര്യതയാണ്. അങ്ങനെ ബെന്നി വലിയ ജനകീയനായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ സുൽത്താൻ ബത്തേരി DYSP ആയിരിക്കുമ്പോഴാണ് മുട്ടിൽ മരമുറി കേസ് ഉണ്ടാകുന്നത്. ഈ മുട്ടിൽ മരമുറി കേസിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കണം. ഒരു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ് ഈ മരം മുറിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്തത്. അതായത് അന്ന് വനം വകുപ്പിലെ, ഞാൻ ആളുടെ പേര് മറന്നുപോയി, വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ തട്ടിപ്പ് കണ്ടുപിടിച്ച, നിയമവിരുദ്ധ പ്രവൃത്തി കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ച ഉടനെ ഇയാൾക്കെതിരെ ഈ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ ദീപക് ധർമ്മടം എന്ന 24-ന്റെ അവിടുത്തെ ലേഖകനാന്ന് തോന്നുന്ന ദീപക് ധർമ്മടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കണ്ടുപിടിച്ച ആൾക്കെതിരെ വാർത്ത കൊടുത്തു. പിന്നീട് അയാളെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ അവിടെ വനം വകുപ്പിന്റെ വിജിലൻസ് ഓഫീസർ വിനോദ് കുമാർ മറ്റാരും തോന്നുന്നു, വിജിലൻസ് ഓഫീസറെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു. ഇത് വലിയ തട്ടിപ്പാണ്, ഇത് കണ്ടുപിടിച്ച ഓഫീസർ മാന്യനാണ്, ഇത് വലിയ തട്ടിപ്പാണെന്ന് കണ്ടുപിടിച്ചാണ് വിവാദം ഉണ്ടാവുന്നത്. ഈ സമയത്താണ് മനോരമ വാർത്ത പുറത്തുവിടുന്നത്. അത് കഴിഞ്ഞ് വഴിയിൽ വെച്ച് ലോറി പിടിക്കുകയും യുവമാർ ജയിലിലാവുകയൊക്കെ ചെയ്തു ഈ റിപ്പോർട്ടർ ഉടമകൾ. അവരുടെ അമ്മയുടെ ശവടക്കിന് പോലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഇത് കേസ് പോലീസിലേക്ക് കൈമാറുന്നു. അപ്പം അൻവറിന്റെ പിന്തുണയുള്ളത് കൊണ്ട് സർക്കാരിനെ സ്വാധീനിച്ച് പോലീസ് കേസ് അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ കേസ് അന്വേഷിച്ച് ബെന്നി ആവട്ടെ ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മരത്തിന്റെ DNA വരെ എടുത്തു. ഇവരെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞു. മരത്തിന്റെ DNA എന്ന് പറയുന്നത് ആദ്യമായാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നത്. കാരണം മരത്തിന്റെ പഴക്കം പറഞ്ഞാൽ മരത്തിന്റെ വലിപ്പം അറിയുകയോ അതിന്റെ വില അറിയാൻ പറ്റും. അങ്ങനെ ഈ DNA വരെ പരിശോധിച്ച് ബെന്നി കേസ് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. കേസ് മുമ്പോട്ട് കൊണ്ടുപോയതോടുകൂടി സർക്കാരിന് താല്പര്യപ്പെട്ട് ഒതുക്കാൻ, അൻവർ വാക്ക് കൊടുത്തിട്ടുണ്ട് ഒതുക്കാൻ, പക്ഷെ ഒതുങ്ങുന്ന സാഹചര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ നമ്മുടെ അരുൺകുമാറും സുജയ് പാർവതിയും സ്മൃതി മരുത്തിക്കാടും ഒക്കെ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യം, ഇവർ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണല്ലോ എന്നാണ്. അന്ന് അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്ന് പറയുന്നത്, ആ കേസിൽ നമ്മളെ വെറുതെ വിടും, ഒരു സംശയവും വേണ്ട, എത്രയും വേഗം വെറുതെ വിടുക. ആ പദ്ധതി അവർ ഒരുക്കി വന്നു. പക്ഷെ പദ്ധതി വിജയിക്കാതെ പോയത് ഈ ബെന്നിയുടെ നിലപാടാണ്. ബെന്നി അതിന്റെ ഇടയ്ക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാറുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാറിയിട്ടും വളരെ രസകരമായ കാരണത്താൽ, ഒരുപക്ഷെ ജനങ്ങൾ ഇടപെട്ടതുണ്ടാവാം, ഈ അന്വേഷണത്തിൽ നിന്ന് ബെന്നിയെ മാറ്റിയില്ല. അപ്പൊ ബെന്നിയെ മാറ്റി ഇവരുടെ ഇഷ്ടത്തിലുള്ള പോലീസുകാരൻ ഇറക്കാൻ നീക്കം നടന്നില്ല. അന്ന് മുതൽ ബെന്നിയെ മോശക്കാരനാക്കാനുള്ള ശ്രമം നടക്കുന്നു, ബെന്നിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നു, ബെന്നിക്കെതിരെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു. അങ്ങനെ മറ്റേ ഈ ലഹരി കേസിൽ ജാഫ്രി, എന്താണ് അയാളുടെ പേരെന്താണ്, ജെഫ്രി കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് ബെന്നിക്ക് ഒരു ബന്ധവുമില്ല. എന്നിട്ടും ബെന്നിയെ അതിലേക്ക് പിടിച്ചിട്ടുകൊണ്ട് റിപ്പോർട്ടർ വാർത്ത വരുന്നു. ബെന്നിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്നു, വലിയ പ്രശ്നം ഉണ്ടാവുന്നു. അവസാനം സഹി കേട്ടിട്ട് ബെന്നി DGPക്ക് കത്തയച്ചു, എനിക്ക് കേസ് അന്വേഷിക്കാൻ പറ്റത്തില്ല, ദയവായി മറ്റാരെങ്കിലും ചുമതല ഏൽപ്പിക്കണം. ഇത് വിവാദമായി. അപ്പോൾ ബെന്നിയെ മാറ്റിയാൽ സ്വാഭാവികമായും കേസ് അട്ടിമറിക്കപ്പെടും തോന്നലുണ്ടാകുന്ന ബെന്നിയെ മാറ്റിയില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന സ്റ്റേജാണ്. അവിടെ പൊളിഞ്ഞപ്പോ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ബെന്നിയെ മാറ്റണമെങ്കിൽ ബെന്നിക്കെതിരെ നല്ലൊരു പണി കൊടുക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അൻവറുമായി ചേർന്ന് അൻവറിന്റെ അനുഗ്രഹത്തോടു കൂടി അൻവറിനെ പിറകോട്ട് മാറ്റിയിരുത്തി മുമ്പിൽ വരാതെ ഇവർ രംഗത്തിറക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഒരു ഗ്രാൻഡ് പ്ലാനിംഗ് ആണ് നടന്നത്. കൃത്യമായി നമ്മൾ വിചാരിച്ചതിന് നേരെ വിപരീതമായ രീതിയിൽ നമ്മൾ സങ്കല്പിക്കാത്ത തലത്തിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇതിന് പിന്നിൽ നടന്നെന്നുള്ള ഉറപ്പായി. അതായത് ഒരു കലക്കവെള്ളം ഉണ്ടാക്കുക, ഇരുട്ടുണ്ടാക്കുക, ആ ഇരുട്ടിൽ മീൻ പിടിക്കുക, ആ കലക്കവെള്ളത്തിൽ നിന്ന്
ബെന്നിയെ പൊക്കിയെടുക്കുക എന്നാണ് ലക്ഷ്യം. ബാക്കി എല്ലാം ഒരു ഒരു എന്താ പറയുക, ഒരു ഇവരുടെ വലിയ പ്ലാനാണ്. ബെന്നിയെ ജയിലിൽ അടയ്ക്കുക, ബെന്നി അന്വേഷണത്തിൽ നിന്ന് പുറത്താക്കുക. അതിനുവേണ്ടി ഓർക്കണം, നമ്മൾ ഈ ബലാത്സംഗത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കണം. മാത്രമല്ല, ഈ ബലാത്സംഗം ആദ്യം ചെയ്തത് ബെന്നിയല്ല, ആദ്യം ചെയ്തത് വിനോദ് കുമാറാണ്, SHO വിനോദ് കുമാർ, CI. ഈ വിനോദ് കുമാറിന്റെ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ്. ഞാൻ പരിശോധിച്ചു. വിനോദ് കുമാർ നല്ല ഓഫീസറാണ്, മുഖ്യമന്ത്രിയുടെ മികച്ച അന്വേഷണ മേഖലയുള്ള പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ഈ വിനോദ് കുമാറിന്റെ അടുത്തേക്ക് ഇപ്പൊ ഇവര് പറഞ്ഞു വരുന്നത്, ഇവർ നുണയെ പറയുന്നത്, കുടുംബ പ്രശ്നത്തിന് വേണ്ടി പരാതി അല്ല. ഈ പരാതിക്കാരി വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ പരാതിക്കാരി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് വിനോദ് കുമാർ SHO പരാതി കൊടുക്കുന്നത്. വിനോദ് പരാതി സ്വീകരിച്ച അപ്പം തന്നെ ഓട്ടോക്കാരനെ പൂക്കുന്നു. അത് അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥനാണ്. ഇവര് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ വിചാരം എന്താ, പരാതി കൊടുത്ത് പോലീസ് എന്തായാലും ഇന്നൊന്നും ചെയ്യില്ല, പൈസ വാങ്ങാന്ന് കരുതി, ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങാന്ന് കരുതി. ഇടനിലക്കാരുണ്ടാവും, ഇവരുടെ ഏജന്റുമാരുണ്ട്, അവരൊക്കെ സംസാരിക്കും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ചർച്ച നടത്തി പൈസ മേടിച്ച് തീർക്കാന്നുള്ള ധാരണ. പക്ഷെ വിനോദ് എന്ത് ചെയ്തു, അന്ന് തന്നെ പൊക്കി റിമാൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയാണല്ലോ, റിമാൻഡ് ചെയ്തു. പിറ്റേ ദിവസം ഈ സ്ത്രീ അവിടെ വരികയാണ്. അപ്പോഴത്തേക്കും മധ്യസ്ഥരൊക്കെ രംഗത്ത് വന്ന്, സാറേ ആ കേസ് പിൻവലിക്കാം, നമുക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വരികയാണ്. അപ്പം പുള്ളി പറഞ്ഞു കേസ് എടുത്തു പോയി. ഈ സ്ത്രീ ഞെട്ടിപ്പോയി, കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല വിനോദ് ഇത്ര വേഗത്തിൽ ഈ കേസ്. അതുകൊണ്ട് അവർക്ക് കാശ് മേടിക്കാൻ വയ്യാതായി. കാരണം പ്ലാനിങ് മൊത്തം പൊളിഞ്ഞു. ഇയാൾ ജയിലിലായി. ഈ ജയിലിലായപ്പോ ഇവർക്ക് കാശ് കിട്ടാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, നേരെ DYSP ബെന്നിയെ പോയി കണ്ടു. അപ്പം ബെന്നി അപ്പം തന്നെ, ഗൗരവമുള്ള ഉദ്യോഗസ്ഥന് അപ്പം തന്നെ അവരെ പരാതി സ്വീകരിച്ചു. ഈ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ ഓഫീസർമാർക്ക് പലപ്പോഴും പരാതിക്കാരുമായി ബന്ധമുണ്ടാവും. അപ്പൊ ഒരു ബന്ധവും ഇല്ലാന്ന് കണ്ടെത്തി പോലീസുകാർ മുഴുവൻ റിപ്പോർട്ട് കൊടുത്തു. അവരെ സൂക്ഷിക്കണമെങ്കിൽ ഇതിനു മുമ്പ് പല പരാതിയും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ട് വന്നു. ബെന്നി ഫുൾ വിശദാംശം പരിശോധിച്ചിട്ട് തള്ളിക്കളഞ്ഞു. ഈ CIയുടെ ഫോൺ വരെ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോണുകൾ വരെ എല്ലാം പരിശോധിച്ചു എന്നാണ്, മൊത്തത്തില് കംപ്ലീറ്റ് ആയിട്ടും പരിശോധിച്ചു എന്നാണ്. എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാൻ പറ്റും, ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പൊ അവർ SP എടുത്തുകൊണ്ട് പരാതി കൊടുത്തു. ഈ വിനോദ് കുമാറിന്റെ SHO മാത്രമല്ല, ബെന്നി എന്ന് DYSP പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പം സുജിത് ദാസ് ആണ്. അപ്പൊ ഇപ്പൊ സുജിത് ദാസ്, ഞാൻ പറഞ്ഞില്ല, സുജിത് ദാസിന് എന്തെല്ലാം കുഴപ്പങ്ങൾ, സുജിത് ദാസിനെതിരെ ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങൾ, രണ്ട് കാര്യങ്ങളിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ നിജസ്ഥിതി നമുക്കറിയത്തില്ല. പക്ഷെ സുജിത് ദാസിന്റെ ശബ്ദം പുറത്തു വന്നപ്പോ അയാളൊരു ആത്മാഭിമാനമില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നീതിബോധമില്ലാത്ത മനുഷ്യനാണെന്ന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അടിമയായിരിക്കും എന്ന് അൻവറിനോട് പറയില്ല. ചെറുപ്പക്കാരനായ IPS ഉദ്യോഗസ്ഥനെ, വളരെ ചെറിയ പ്രായത്തിൽ IPS കിട്ടിയ ഒരാള് ഒരിക്കലും ഇങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലോ, പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇയാൾ ഈ മയക്കുമരുന്ന് കേസിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി നിരപരാധികളായി പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അതിന് പല വെളിപ്പെടുത്തലും പുറത്തു വന്നു. ഈ സ്വർണ്ണക്കടത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. അൻവർ പറയുന്നത് സ്വർണ്ണം പൊട്ടിക്കൽ സംഘമായിട്ട് ബന്ധമുണ്ടെന്നാണ്. വരട്ടെ. അപ്പൊ ഈ സുജിത് ദാസ് വിവാദത്തിലായപ്പോ, വാസ്തവത്തിൽ സുജിത് ദാസിനെ വിവാദത്തിലാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, സുജിത് ദാസ് ഈ കേസിൽ അന്വേഷണം നടത്തി താഴ്ന്ന ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് കൊണ്ട് സുജിത് ദാസിലൂടെ ബെന്നിയിലേക്ക് വരാനായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ സുജിത് ദാസും ഈ കേസ് സുജിത് ദാസും പീഡിപ്പിച്ചു എന്ന് പരാതി ഉണ്ടാകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിനോദ് എന്ന് പറയുന്ന CIക്കെതിരെ DYSPക്ക് പരാതി കൊടുക്കുമ്പോ ബലാത്സംഗ ആരോപണമില്ല, മോശമായി പെരുമാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ആ SP-യുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ബലാത്സംഗ കേസാവുന്നത്. SP-ക്കെതിരെ ഇപ്പോഴാണ് ബലാത്സംഗം. ഇതിനു മുമ്പ് SP-ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. SP-ക്ക് അടുത്ത് ഈ പറയുന്ന ആള് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് പരാതി കിട്ടി. പക്ഷേ SP-ക്കെതിരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. 2.5 വർഷം ഇവരെ കുറിച്ച് മിണ്ടിയിട്ടില്ല, യാതൊരു പരാതി. ഇപ്പോ അൻവർ നായകനായി വരുമ്പോൾ അൻവറും ഇവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഒരു തിരക്കഥ ഒരുക്കി വെച്ചു. എന്നിട്ട് ഈ വിനോദിനെ ഒന്നാം പ്രതിയാക്കി, അതായത് ആദ്യം ബലാത്സംഗം ചെയ്താക്കി, പിന്നെ ബെന്നിയെ ടാർഗറ്റ് ചെയ്ത് നേരെ പോകുന്നത് സുജിത് ദാസിലേക്ക്. എനിക്ക് സുജിത് ദാസിന്റെ പീഡനമാണ് ഏറ്റവും തമാശ. ആ വാർത്തയിൽ, ആ പീഡന കഥയിലെ രസകരമായ 2 എലമെന്റ് ഉണ്ട്. ഒന്ന്, സുജിത് ദാസ് ഈ സ്ത്രീയെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്
ഒരു പോലീസുകാരനെന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾ പീഡിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരനെ കാവൽ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും തെളിവുണ്ടാക്കിയിട്ട് പീഡിപ്പിക്കുമോ? ഒരു പോലീസുകാരനെ ഇവളെ ആ മുറിയിൽ കൊണ്ടാക്കിയേക്കണം, ഞാൻ പീഡിപ്പിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു വിടുന്ന ആദ്യത്തെ സംഭവമായിരിക്കും. അതാണ് അതിൽ വിചിത്രമായ ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥ ഏറ്റവും തമാശ എനിക്ക് തോന്നിയത്, ഈ ക്യാമ്പ് ഓഫീസിൽ വെച്ച് സുജിത് ദാസ് ഈ യുവതിയാണെന്ന് നമുക്കറിയില്ല, ഈ സ്ത്രീയെ പീഡിപ്പിക്കുമ്പോ ഒരു കസ്റ്റംസ് ഓഫീസർ അടുത്തുണ്ടായിരുന്നെന്നാ പറഞ്ഞു സാക്ഷി. അതെ, അദ്ദേഹം അവിടെ ഉണ്ടെന്നാണ്, കസ്റ്റംസ് ഓഫീസർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്തൊരു വിചിത്രമായ കഥയാണ്. കഥ ഉണ്ടാക്കുമ്പോൾ നേരെ ചൊവ്വ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണ്ടേ? അതെ, കഥ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ലോജിക്ക് വേണ്ട. എന്നിട്ട് ഈ സുജിത് ദാസിനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കറിയില്ല. സുജിത് ദാസിനെ ഫോക്കസ് ചെയ്ത് ബെന്നിയെ പിടിക്കാനാണ്. ബെന്നിയാണ് ഇവരുടെ ടാർഗറ്റ്. ബെന്നി പീഡിപ്പിക്കുമെന്ന് വരുത്തി തീർത്ത് പൂർണ്ണമായും ബെന്നിയെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച് മാറ്റുക എന്നതിന് വേണ്ടി മാത്രം ഒരുക്കിയ കഥയാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ കരുതിയതിനപ്പുറത്തേക്ക് പിണറായിയെ സമ്മർദ്ദത്തിലാഴ്ത്തി, അല്ലെങ്കിൽ അജിത് കുമാറിനെ അറ്റാക്ക് ചെയ്ത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഭയപ്പെടുത്തി ഇവർ ലക്ഷ്യം വെച്ചത് ബെന്നിയാണ്. എന്റെ ഒരു തോന്നൽ അതാണ്. അതുകൊണ്ട് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന രാജ്മോഹൻ ഈ പോക്കിൽ. കാരണം ഒരു ചാനൽ, നിങ്ങൾ മുമ്പേ ചോദിച്ച ചോദ്യം അതൊന്നുകൂടി ആവർത്തിക്കൂ, ചാനൽ അതൊന്നുകൂടി ആവർത്തിക്കൂ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മളൊക്കെ മാധ്യമരംഗത്ത് ഒരുപാട് നാളെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തിപരമായ വിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടത്തിയാൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. അതിന് സത്യം പറഞ്ഞാൽ ഇതിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ഇരയായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇനി നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഈ ഒരു വേ ഓഫ് ജേർണലിസം തുടങ്ങി വെച്ചത് ശ്രീകണ്ഠൻ നായരാണ്. സത്യത്തിൽ ഇഷ്ടംപോലെ പത്രങ്ങളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ചാനലുകളുണ്ടായിരുന്നു. അവരൊന്നും വ്യക്തിപരമായി ഒരു പകയും ആരോടും വീട്ടുമായിരുന്നില്ല. അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കും, അവരുടെ താല്പര്യം സംരക്ഷിക്കും, അവരുടെ വ്യവസായ താല്പര്യം സംരക്ഷിക്കും, മത താല്പര്യം സംരക്ഷിക്കും. പക്ഷെ വ്യക്തിപരമായി അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുവാൻ ആദ്യം തുടങ്ങി വെച്ച് 24. ആ 24 ഞാനത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ മറുനാടനോടുള്ള, അപ്പം ശ്രീകണ്ഠൻ നായരും ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. മറുനാടനോടുള്ള പക ആരംഭിക്കുന്നത് ശ്രീകണ്ഠൻ നായർക്ക് ആ AR റഹ്മാൻ ഷോ ചീറ്റിപ്പോയി, നടന്നില്ല, അതിനൊരു പരാതി ഉണ്ടായി. അതേക്കുറിച്ച് മറുനാടൻ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ 24 വാർത്ത കൊടുത്തിന് അവർക്ക് സഹിക്കാൻ വയ്യാതായി. ഒടുവിൽ എന്നോട് എന്ത് പറഞ്ഞു, എന്നെ കുറിച്ച് ഒരുപാട് പക വിടുന്ന വാർത്ത കൊടുത്ത് ഞാൻ ഗവനിക്കാറേയില്ല. കാരണം ഞാൻ ഇതിനൊക്കെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. കാരണം മറുനാടൻ എന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ വാർത്ത വന്നാലും നമുക്കിത് ഗുണമാണ്. നമ്മൾ പരസ്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. ഇപ്പം 24 പോലൊരു ചാനലിൽ മറുനാടന്റെ ലോഗോ കാണിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ലക്ഷങ്ങളുടെ ലാഭമാണ്. നമ്മൾ അത്രമാത്രം പോപ്പുലർ ആവുകയാണ്. ഇത്തരത്തിൽ എന്തും ചെയ്യും. പക്ഷേ പക വീട്ടുന്നതിന് വേണ്ടി എന്റെ ഭാര്യയെ കുറിച്ച് 9 ബുള്ളറ്റിനാണ് 24 കൊടുത്തത്. ഒരു അടിസ്ഥാനവുമില്ല, ശൂന്യതയിൽ സൃഷ്ടിച്ച വാർത്ത. കേസാണ്, കോടതിയിലാണ്. അതൊന്നും ഈ ഒരു അജണ്ട, വ്യാജ വാർത്ത കൊടുത്തും സ്വന്തം താല്പര്യം സംരക്ഷിച്ച് പക വീട്ടാനുള്ള അജണ്ട 24 തുടങ്ങി വെച്ചു. 24 കുറച്ചൊക്കെ ഇപ്പൊ ഡീസന്റ് ആയി വരുന്നുണ്ട്, കുറച്ചൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷേ റിപ്പോർട്ടർ ചാനൽ അതിന്റെ ഭീകര രൂപത്തിലേക്ക് മാറി. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഈ 24നെ കുറിച്ചോ മനോരമയെ കുറിച്ചോ ഏഷ്യാനെറ്റിനെ കുറിച്ചോ ഒക്കെ നമ്മൾ കുറച്ച് വാർത്തകളെ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ ഒരു ചാനലിനെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർക്കെതിരെയാണ്. പക്ഷെ നികേഷ് കുമാറിന്റെ മാന്യത സമ്മതിക്കണം. ഒരിക്കൽ പോലും നികേഷ് കുമാർ എനിക്കെതിരെയോ മറുനാടിനെതിരെയോ ഒരു ബുള്ളറ്റിൻ കൊടുക്കുകയോ പക വീട്ടുകയോ ചെയ്തിട്ടില്ല. ഈ റിപ്പോർട്ടറിന്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ, കേസുകൾ. ഞാൻ ഒരിക്കലും വിശദീകരണം തേടാൻ വേണ്ടി നികേഷ് കുമാർ അന്ന് വിളിച്ചപ്പോൾ നികേഷ് എന്നോട് പറഞ്ഞു, ഷാജൻ നമ്മളൊന്നും സംസാരിച്ചാൽ ശരിയാവത്തില്ല. കാരണം നിങ്ങളുടെ വാർത്തകൾ മുഴുവൻ പറയുന്നത് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലാണെന്ന്. ഇനിയിപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചോളൂ, നിങ്ങൾ അത് തിരുത്തണ്ട, നിങ്ങൾ ആ നിലപാട് പൊക്കോളൂ എന്നോട് പറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും നികേഷ് പക വീട്ടാനും നമുക്കിതിന്റെ വാർത്ത കൊടുക്കാനും ശ്രമിച്ചില്ല. എന്നാൽ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല. അവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. ഓർക്കണം, ഇവരുടെ മരം മുറിക്ക് വേണ്ടി അന്ന് അവർക്ക് ചാനലില്ല. മരം മുറി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിരപരാധിയായ ഉദ്യോഗസ്ഥനെ ഇല്ലാതാക്കാൻ ദീപക് ദർപ്പണത്തെ ഉപയോഗിച്ച് 24-ൽ നല്ലവരെ ഉദ്യോഗസ്ഥന്റെ വാർത്ത കൊടുത്തു. പക്ഷെ റിപ്പോർട്ടർ ചാനൽ ഇപ്പൊ നേരിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നല്ലവരായ 2 ഉദ്യോഗസ്ഥന്മാർ ബലി കൊടുത്ത് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു. അതും ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പീഡന കേസുണ്ടാക്കുന്നു.
ഇത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് രാജ്മോഹൻ. അല്ല, ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്ന വളരെ നല്ല സ്റ്റോറികൾ ചെയ്ത വിശ്വാസ്യത പുലർത്തിയ പ്രസാദിന് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരുപാട് നല്ല സ്റ്റോറികൾ പുറത്തു കൊണ്ടുവന്ന പ്രസാദ് ചെയ്യുമ്പോൾ ഇത് സത്യമാണ് എന്ന് ജനങ്ങൾ ധരിക്കും എന്നുള്ള പ്രശ്നം കൂടെ അവിടെയുണ്ട്. എനിക്ക് അതിൽ വലിയ വിഷമമാണ്. ഈ പ്രസാദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ സഹപ്രവർത്തകനായിരുന്ന ആളാണ്. വളരെ ഒരു ദരിദ്രമായ കുടുംബ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് മാധ്യമ SFIക്കാരനായിരുന്നു, വലിയ SFIക്കാരനായിരുന്നു. പക്ഷെ കണ്ണൂരിന്റെ ആ ഒരു നിഷ്കളങ്കമായ സത്യസന്ധത രക്തത്തിൽ ചേർന്ന മനുഷ്യനാണ്. അങ്ങനെ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്ത കാലത്ത് അദ്ദേഹം ഒരുപാട് വാർത്തകൾ ബ്രേക്ക് ചെയ്തു. നമ്മുടെ തോമസ് ചാണ്ടിയുടെ രാജിയൊക്കെ ഈ TV പ്രസാദിന്റെ റിപ്പോർട്ടിംഗാണ്. വലിയ തോതിൽ CPM-ന്റെ സൈബർ ആക്രമണത്തെ നേരിട്ടു. പക്ഷെ അദ്ദേഹം ആ ഒരു എന്താ പറയുക സത്യസന്ധത മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു നിസ്സഹാവസ്ഥയുണ്ടോ. ഇപ്പൊ പെട്ടെന്ന് പ്രസാദിനെ റിപ്പോർട്ടർ ചാനൽ വിട്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല. ഞാൻ കരുതുന്നില്ല പ്രസാദ് ഈ സ്റ്റോറി ചെയ്തത് അയാളുടെ ഇഷ്ടപ്രകാരമാണെന്ന്. ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമായി പ്രസാദിനെ വരെ അടിച്ചേൽപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസാദ് റിപ്പോർട്ടർ ചാനലിൽ നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രസാദിനെ റിപ്പോർട്ടർ ചാനൽ വിട്ടു പോവേണ്ടി വരും. കാരണം പ്രസാദിനെ പോലെ മനുഷ്യനെ ഈ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സുജയ് പാർവതിയുടെ കാര്യവും, സുജയ് പാർവതിന്റെ പുറത്തു വെച്ച് വാർത്ത അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം. അവതാരിക എന്ന നിലയിൽ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ലാതെ അവരെ ഏത് വാർത്ത വന്നാലും അപ്പോഴായിരിക്കും സ്ക്രീനിൽ തെളിയുന്ന ജോലിയാണ്. എങ്കിൽ പോലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിർബന്ധിച്ചതിനെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം സുജയ് കുറച്ച് നേരും നെറിയുമുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പം ഇത് വളരെ സങ്കടകരമാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് രാജ്മോഹൻ, നമ്മുടെ മാധ്യമ പ്രവർത്തനം ഭീകരാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കേരളത്തെ അതായത് ഒരു മനുഷ്യനും നീതിബോധമുള്ള ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കും. ഏത് ആൾക്കെതിരെയും കള്ളക്കേസ് കൊടുക്കും. ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. റിപ്പോർട്ടർ ചാനൽ ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ കേരളം ഭാവിയിൽ ഒരു ഇരുണ്ട യുഗത്തിന്റെ ഓർമ്മകളിലേക്ക് മാറും. അത്ര ഭയാനകം. ഒരു മനുഷ്യനും സ്വകാര്യതയില്ല, ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയാതെ, ഒരു മനുഷ്യന് നീതി ചെയ്യാൻ കഴിയാതെ ഒരു മാധ്യമ സ്ഥാപനം തന്നെ ജനങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളിലൂടെ സ്വാധീനിച്ച് ഒരു നാടിനെ തന്നെ മുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. ഭയാനകമായ അവസ്ഥയാണ്. അതിന് കൂട്ടുപിടിക്കുന്ന അൻവറാണ് പറയുന്നത് മറുനാടൻ വർഗീയവാദിയാണ്, നാടിനെ തമ്മിൽ ചെല്ലിക്കുന്നു. ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ വൃത്തികേട് കാട്ടുന്ന, ഏറ്റവും വലിയ അഴിമതികൾ നടത്തിയിട്ടുള്ള, തിരിമറികൾ നടത്തിയിട്ടുള്ള, മുതലാളിമാർ നടത്തുന്ന ചാനലിലൂടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ചിട്ട് നാട് നന്നാക്കുന്നതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിന് ജയ് വിളിക്കുകയും ചെയ്ത മനുഷ്യർ. അതാണ് എന്റെ സങ്കടം. മാത്രമല്ല ഇത് നാളെ മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ഇതേ പാത പിന്തുടരുകയും ചെയ്യും. കാരണം ഇത് ഒരുപാട് ആൾ കാണുന്നു തോന്നിയാൽ, മസാല ഇഷ്ടപ്പെടുന്നു തോന്നിയാൽ പിന്നെ മറ്റുള്ളവരെ പിന്തുടരും. എത്രയോ മനുഷ്യരുടെ കുടുംബജീവിതമാണ്. ഇന്നത്തെ CI ആണെങ്കിലും DYSP ആണെങ്കിലും ഒക്കെ തന്നെ വളരെ മാന്യമായി ജീവിച്ചു പോകുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ പ്രതികരണം ചോദിക്കാതെ നേരിട്ട് വാർത്ത എടുത്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളിലൊന്നാണിത്. ഞാൻ അങ്ങനെ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ വെറുതെയാണ് ഇവരൊരു ഹൈപ്പ് ഉണ്ടാക്കി മുമ്പോട്ട് പോയത്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഉദാഹരണം, ഏഷ്യാനെറ്റിന്റെ വഴിയാണ്. നമ്മൾ ഏഷ്യാനെറ്റിന്റെ മനോരമയും കാണണം. മലയാള മനോരമ ഈ ഇത്തരം കോളിളക്കങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിച്ചങ്ങ് പോവുക. അത് മനോരമയ്ക്ക് ക്ഷീണം ചെയ്യും. അവരുടെ പോളിസി വിടുന്നില്ല, അവരവരുടെ എത്തിക്സിൽ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അത് മനോരമയ്ക്ക് മത്സരത്തിൽ ക്ഷീണം ചെയ്തു. പക്ഷെ ഏഷ്യാനെറ്റ് എന്താ ചെയ്യുന്നത്? ഇത്തരം കോളിളക്കളെന്നൊക്കെ അവർ കാണുന്നുണ്ട്, അവരതിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അവരെടുക്കുന്ന സ്റ്റാൻഡ് ഈ ഇക്കിളിപ്പെടുത്തുന്ന സ്റ്റാൻഡ് അല്ല, മറുഭാഗം കൂടി പരിഗണിക്കാൻ. അതാണ് നല്ല സ്റ്റാൻഡ്. അപ്പം രാജ്മോഹൻ ഭയപ്പെടുന്ന ഒരു കാലം ഞാനും ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഈ ഇക്കിളി കഥകൾക്കൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. ജനങ്ങൾക്ക് നമ്മൾ മാധ്യമ പ്രവർത്തനേക്കാൾ വിവേകബുദ്ധി ജനങ്ങൾക്കുണ്ട്. അവർ തിരിച്ചറിയും. ഈ ഗൂഢാലോചനയൊക്കെ ഇട്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ അൻവർ ഉയർത്തിയ വിവാദങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ശിരൂരിലെ സംഭവമാണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും അവർ അതിവൈകാരികത സൃഷ്ടിച്ചു, അതങ്ങ് പോയി, അത് പോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കള്ളക്കഥ മെനഞ്ഞ് അതെങ്ങനെ നിലനിൽക്കും? ഇപ്പോൾ ഈ പറയുന്ന ഈ പീഡന കേസ് പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും നീതി കിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാൻ പോകുന്നത്. പോലീസ് അന്വേഷിച്ചാൽ ഇതെല്ലാം കള്ളക്കേസാണെന്ന് മനസ്സിൽ CBIക്ക് വിടാന്ന് വെച്ചോളൂ. CBIക്ക് വിട്ടാൽ ഞൊടിയിടയിൽ ഇതിൽ ഒരു പീഡനവും നടന്നിട്ടില്ല എന്ന് കണ്ടെത്തും. ഇതോടുകൂടി വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ആർക്കാണ്? റിപ്പോർട്ടർ ചാനലിലാണ്. പൂർണ്ണമായും അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് ഒരു വശത്ത്. അതുപോലെ അൻവർ ഉയർത്തിയ ആരോപണം, ഇപ്പൊ 2 കോടി രൂപ മറുനാടിന് കൊടുത്തു, മറുനാടൻ അജിത് കുമാറിന് കൊടുത്തു. അല്ലെങ്കിൽ അജിത് കുമാർ കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ വീട് പണിയുന്നു, സ്വർണ്ണക്കടത്ത് നടത്തുന്നു, കൊല്ലുന്നു. ഇത് അന്വേഷിക്കുമല്ലോ, ആരെങ്കിലും അന്വേഷിക്കുമല്ലോ.
ഇതെല്ലാം പച്ചക്കള്ളമാണ് തെളിയുമല്ലോ. ആ പച്ചക്കള്ളമാണ് തെളിയുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ചവരുടെ വിശ്വാസം എവിടെ പോയി? ഇത് പൊക്കിപ്പിടിച്ച മാധ്യമങ്ങളുടെ വിശ്വാസം എവിടെ പോയി? അതുകൊണ്ട് ഇതൊന്നും ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല. ഇതൊക്കെ ഒരു 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 താൽക്കാലിക പ്രതിഭാസമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റ്. ഏഷ്യാനെറ്റ് മുമ്പിൽ വന്നില്ലേ? താൽക്കാലിക തിരിച്ചടികൾ എപ്പോഴും ഭയപ്പെടാതെ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏഷ്യാനെറ്റ് അവരുടെ സ്റ്റാൻഡിൽ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല. അവരിപ്പോഴും കൃത്യമായി അത് തന്നെ ഇപ്പം നടത്തുന്നുണ്ട് അവരുടെ രീതി. അതുകൊണ്ട് ഒന്നാമതെത്തി. അതുകൊണ്ട് ഇവരുടെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളും നുണക്കഥകളും ഈ നുണപീഡനങ്ങളും മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ അട്ടിമറികളും ഒന്നും നിലനിൽക്കുകയില്ല. കൃത്യമായി അന്വേഷണം നടന്നാൽ റിപ്പോർട്ടർ ചാർട്ട് പൂട്ടിപ്പോകും, ഉടമകൾ ജയിലില്ല. അനുകുമാർ കുഴപ്പമൊന്നുമില്ല. അനുകുമാർ മിടുക്കനായ അനുകുമാർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ചാനലിലേക്ക് പോകാൻ പറ്റും, ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ റിപ്പോർട്ടറിന്റെ അവസ്ഥ അങ്ങനെയല്ല. ഏതു നിമിഷവും കൃത്യമായ അന്വേഷണം നടന്നാൽ, കൃത്യമായ ഇടപെടൽ നടന്നാൽ പൊട്ടിപ്പോകും. ഇവിടെ പിണറായി വിചാരിച്ചാൽ മതി. കാരണം അൻവറിനെതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള കേസുകളൊക്കെ മുറുക്കാൻ തീരുമാനിച്ചാൽ, നിയമത്തിന് വഴിക്ക് പോകട്ടെ തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ പിണറായി അങ്ങനെ ചെയ്യില്ല. അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട്. എന്തായാലും അതെ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ നാട് മുടിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ബുദ്ധിമാനായ പ്രഗത്ഭനായ അരുൺകുമാർ ഇതിന്റെ ഭാഗമാകുന്നു. അന്നത് വളരെ സങ്കടകരമാണ്. TV പ്രസാദിനെ പോലെ, സുജയ പാർവതിയെ പോലുള്ളവർ നിസ്സഹായാവസ്ഥയിലായിരുന്നെങ്കിൽ പോലും ഇത്തരം ഉടായ്പിന് കുടപിടിക്കേണ്ടി വരുന്നു എന്നത് വളരെ സങ്കടകരമാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്നതായിരിക്കും പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നന്ദി.